ഇവിടെ ഒരു കൊച്ചുകുട്ടി ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിലേക്ക് വരുന്നു. ഫുഡ് വാങ്ങാൻ നിന്നവൾ അവിടെ ഇരുന്ന കുഞ്ഞു ടോയ് തരുമോ എന്ന് ചോദിക്കുന്നു. അതിന് കടയിലുണ്ടായിരുന്നയാൾ അത് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നതാണ്, വിൽക്കാനുള്ളതല്ലെന്ന് പറയുന്നു. ഉടനെ അവൾ അവിടെ നിന്ന് പോകുന്നു. പക്ഷെ ആ കുഞ്ഞു ടോയ്ക്ക് ആരുടെയെങ്കിലും ഒപ്പം പോകണമെന്ന് വലിയ ആഗ്രഹമാണ്. അപ്പോഴാണ് അത് ഒരു കാര്യം കാണുന്നത്. ബോൾ പിറ്റിലേക്ക് കളിക്കാൻ പോയ ആ കുട്ടിയുടെ ബാഗിനകത്ത് തന്നെ പോലെ ഒരു വലിയ ടോയ് ഇരിക്കുന്നു. അത് കണ്ടവൻ എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കി അവിടെ നിന്ന് ഇറങ്ങുന്നു. അതേസമയം ആ കുട്ടി തന്റെ ടോയ്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ അവളെ വീട്ടിലേക്ക് പോകാൻ വിളിക്കുന്നു. ഇവളും മറ്റൊരു ടോയും അങ്ങോട്ട് നോക്കിയ സമയം ഈ വലിയ ടോയ് ബോളിനടിയിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് വരികയും ചെയ്യുന്നു. അതിനുശേഷം വീട്ടിലേക്ക് വന്നവൾ ടോയ്സിന്റെ ബാഗ് ആ റൂമിൽ വെച്ച് എല്ലാ ടോയ്സിനും ബായ് പറഞ്ഞു പോകുന്നു. അവൾ പോയി കഴിഞ്ഞതും ടോയ്സ് എല്ലാം ബാഗിനടുത്തേക്ക് വരുന്നു. അവർ ഡൈനോസർ ടോയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാഗിനകത്ത് നിന്ന് രണ്ടാമത്തെ ടോയ് പുറത്തു വരുന്നു. അതിനെ കണ്ട് ബാക്കി എല്ലാവരും ഷോക്കാവുന്നു. കാരണം ബാഗിനകത്ത് നിന്ന് പുറത്തു വന്നത് കുഞ്ഞു ടോയ് ആണ്. എന്തോ പ്രശ്നമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അതേസമയം ആ വലിയ ടോയ് വേറെ കുറെ ടോയ്സിന്റെ അടുത്തെത്തുന്നു. അവരുടെ അടുത്തുണ്ടായിരുന്ന ഒരു ടോയ് ഗൺ ഉപയോഗിച്ച് അവൻ ആ റെസ്റ്റോറന്റിൽ നിന്ന് പുറത്തു വരുന്നു. ഇവർ ഇവിടെ ആ കുഞ്ഞു ടോയിയെ കെട്ടിവെച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് നടന്ന കാര്യങ്ങൾ അറിയുന്നത്. ഉടനെ അവർ വലിയ ടോയിയെ എങ്ങനെ രക്ഷിക്കാമെന്ന് പ്ലാൻ തയ്യാറാക്കുന്നു. അപ്പോൾ പുറകിലായി ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയവർ ഹാപ്പി ആവുന്നു. കാരണം ആ വലിയ ടോയ് തിരികെ വന്നിരിക്കുന്നു. അവസാനം അവർ ആ കുഞ്ഞു ടോയിയെയും അവരുടെ കൂടെ കൂട്ടുന്നു.